ഹായ് മക്കളുമാരെ, ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? ഞാൻ ഇഞ്ചി നട്ടപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ, എൻ്റെ ഇഞ്ചി കിളിക്കുമ്പോഴും അതിന് വളം ഇടുമ്പോഴും ഒക്കെ കാണിച്ചു തരാമെന്ന്. ഇഞ്ചിയും മഞ്ഞളും ഒക്കെ. വാ, ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് കാണിച്ചു തരാം. കണ്ടോ, എൻ്റെ ഇഞ്ചി കിളിക്കാൻ തുടങ്ങി, കിളിച്ച്. മഴയായതുകൊണ്ട് കയറി വരാൻ പറ്റില്ല. ഇടയ്ക്കൊക്കെ ഞാൻ കയറി വന്നതിനകത്ത് പുല്ല് തണ്ടഹി ഇതേവണ്ണത്തെ ഇതൊക്കെ പറിച്ച് കളഞ്ഞതാണ്. ചിലതിനകത്തൊന്നും പറിക്കാൻ പിന്നെ കിളിച്ചതാ. ഞാൻ ഇടയ്ക്ക് ഇത് പറിക്കാറുണ്ട്. കണ്ട, ഇതിൻ്റെ ഈ മൂട്ടിലുള്ള ഇഞ്ചിയുടെ മൂട്ടിലുള്ള ഇതൊക്കെ അങ്ങ് പുഴുത് കളയണം. കളകളൊക്കെ പുഴുത് കളഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് ഈ ഇതാകുമ്പോഴത്താണ്, ഇത്രയും കിളിക്കുമ്പോഴാണ് ഇതിന് വളം ഇട്ട് കൊടുക്കേണ്ടത്. ചാണകം കലക്കി ഒഴിച്ചാണ് സാധാരണ. ചാണകം കലക്കി ഒഴിക്കും. അപ്പം ചിലക്ക് പറയും ചാണകപ്പാൽ ഒഴിക്കുമെന്ന് പറയും. ഇപ്പം ചാണകപ്പാലൊന്നും ഇല്ല, നമ്മളിവിടെ മേടിച്ച ചാണകത്തിൻ്റെ പൊടി ഇരിപ്പുണ്ട്. പച്ച ചാണകമാണ് കലക്കി ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതിപ്പം നമുക്ക് അതില്ലാത്തത് കൊണ്ട് ഞാൻ ചാണകപ്പൊടി, ഇപ്പം മഴയല്ലേ, മഴയായതുകൊണ്ട് ഇതിന് ഞാൻ ചാണകപ്പൊടി ഇടാൻ പോവാണ്. ചാണകപ്പൊടി കുറേശ്ശെ ഇട്ട് കൊടുക്കാൻ പോവാണ്. കണ്ടോ, ചിലതിനകത്തൊക്കെ പഴയ മൂടിൻ്റെ മഞ്ഞളിൻ്റെ ചെറുതേതോ കിടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതാ ഈ ഇടയ്ക്ക് മഞ്ഞൾ കിളിച്ച് നിൽക്കുന്നത്. അല്ലെങ്കിൽ മഞ്ഞൾ ഞാൻ സെപ്പറേറ്റാണ് നട്ടിരുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ചെറിയ ഇതുവല്ലതും കാണുമായിരിക്കും. അപ്പോൾ അതങ്ങനെയാണ് കിളിച്ചേക്കുന്നത്. കണ്ടോ, അങ്ങനെ എൻ്റെ ഇഞ്ചികൾ കിളിച്ചു, എല്ലാ മൂടും കിളിച്ചു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് കിളിച്ച് വരുമ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പം കാണിക്കുന്നത്. ഇവിടെ ഒരു മൂടിൽ കിളിച്ച് വരുന്നുണ്ട്, ഇതിലും കിളിക്കുന്നുണ്ട്. ഇത് മഴയായപ്പോഴത്തേനെ കാറ്റൊക്കെ അല്ലായിരുന്നു, ഇവിടെ എല്ലാം കരിയിലായിരുന്നു. കണ്ടോ, ഞാൻ ഇതിനിങ്ങനെ കരിയില ചാക്കുകളിൽ വാരി വെക്കും. എന്നിട്ട് ഞാൻ കൃഷിക്ക് നമുക്ക് വളമൊക്കെ ഇടുമ്പോഴും പിന്നെ നടക്കുക ഇല്ലേ, നടില്ലേ, അപ്പോഴൊക്കെ ഞാൻ ഈ കരിയിലെടുത്താണ് അടിയിട്ടിട്ടാണ് ചെയ്യുന്നത്. കണ്ടോ, എൻ്റെ മഞ്ഞളും ഒക്കെ നന്നായിട്ട് കിളിച്ചു വന്നു. കണ്ടോ, ഈ വർഷം ഞാൻ ചാക്കിലാണ് ഈ മഞ്ഞൾ നട്ടത്. പക്ഷേ അതത്ര ആയില്ല. മഞ്ഞൾ കിളിച്ചു, പക്ഷെ ആ ചാക്ക് പെട്ടെന്ന് ഇതായി പോകുന്ന ടൈപ്പാണ്. ആദ്യമായിട്ടാണ് ഞാൻ ചാക്കിൽ അങ്ങനെ ചെയ്ത് നോക്കിയത്. അപ്പം അടുത്ത പ്രാവശ്യം മുതൽ ചാക്കി ചെയ്യുന്നില്ല, ഗ്രോ ബാഗിൽ തന്നെ ചെയ്യത്തുള്ളൂ. കണ്ടോ, അല്ല, എനിക്ക് തോന്നുന്നു ടെറസിൽ താഴെ വയ്ക്കുന്നവർക്കൊന്നും കുഴപ്പം കാണില്ലായിരിക്കും. ഇത് ഞാൻ ടെറസിൽ വെച്ചിരിക്കുന്നുണ്ട്. ടെറസിൽ ഭയങ്കര ചൂടല്ലേ, അപ്പോൾ അതുകൊണ്ടായിരിക്കണം എന്നാണ് തോന്നുന്നത്. കണ്ടോ, ഇടയ്ക്കൊക്കെ കയറി വരുമ്പോൾ ഞാൻ കള കുറച്ച് ഇതേ വേണമെന്നുണ്ട് ഇവിടെ ഇട്ടേക്കുന്നുണ്ടല്ലോ. ഇനി അടിച്ചു വരണം, ഇച്ചിരി വെയിൽ വന്നിട്ട് ഒന്ന് അടിച്ചു വാരണം. അടിച്ചു വാരി ടെറസ് വെച്ചേക്കുന്നതാണ് ഇത്. പിന്നെ നമുക്ക് വളം എടുത്ത് ഇടാം. അതെങ്ങനെയാണ് ഇടുന്നതെന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ചാണകപ്പൊടിയാണിത്. ചാണകം ഉണങ്ങി പൊടിഞ്ഞതാണ്. ഉണങ്ങി പൊടിഞ്ഞ് നമ്മൾ ചാക്കുകളിൽ മേടിക്കുന്നതാണിത്. ഇതിൽ കോഴിക്കാരമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പം ഞാനിങ്ങനെ അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇനിയിപ്പം നമ്മൾ ചെയ്യുന്നതാ, ഇതിൽ ഓരോ പിടി ഇങ്ങനെ എടുക്കും. നമ്മൾ നട്ടപ്പോഴും ഞാൻ കാണിച്ചത് നിങ്ങൾക്ക്. ഇതിൽ ഓരോ പിടിച്ചാണ് ഞാൻ ഇട്ട് കൊടുക്കാറുള്ളത്. ഇതാ, ഇതിന് ഇങ്ങനെ അങ്ങോട്ട് ഇട്ടതാ, ഇതിനകത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇപ്പം മഴയല്ലേ, മഴയാകുമ്പോഴത്തേന്ന് പറഞ്ഞാൽ എന്നാ ചെയ്യും, ഇതിനകത്തോട്ട് ഈ വളം അങ്ങ് നമ്മൾ നട്ടപ്പോഴും കുറച്ച് ഇട്ടാണ് നട്ടത് അല്ലേ. അപ്പം അതിൻ്റെ വളമുണ്ട്, പിന്നെ നമ്മളിപ്പോൾ ഈ ആഡ് ചെയ്യുന്നതിൻ്റെ വളമുണ്ട്. ഓരോ പിടിച്ചാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അല്ല, അത് മഴ പെയ്യുമ്പോഴത്തേനും അതിൻ്റെ മൂട്ടിലോട്ടങ്ങ് ഇതെല്ലാം പെട്ടെന്നങ്ങ് പൊട്ടിത്തളർത്ത് ഈ ഇത് പാത്രം നമ്മൾ വെച്ചൊരു ഗ്രോ ബാഗില്ലേ, അതിൽ നിറയച്ചാവും. അപ്പോൾ ഇനി ഇതിട്ടതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ എല്ലാത്തിൻ്റെ മൂട്ടിലും ഇതേപോലെ ഇട്ടിരിക്കുകയാണ്. അപ്പം മഴയല്ലേ, അപ്പം മഴയാകുമ്പോഴത്തേനും എന്നാ ചെയ്യാമെന്നറിയാമോ,
അത് അങ്ങ് പിടിച്ച് വെള്ളം ഒഴിച്ച് അതിൻ്റെ മൂട്ടിലെത്തിക്കോളും. എല്ലാത്തിൻ്റെ മൂട്ടിൽ ഞാൻ ഇതേപോണം ഇട്ടിട്ടുണ്ട്. ഇതാ. ഇതേപോണം കണ്ട. ഇനി ഇത് ഞാൻ ഇതിനി പൊട്ടിത്തുളക്കും. ഇനി ഇതിനൊരു മാസം കഴിഞ്ഞിട്ടാണ് ഇനി വളം കൊടുക്കേണ്ടത്. മഴ പെയ്യുവാണെങ്കിൽ ഇതങ്ങ് മഴ ഇനിയിപ്പം കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പം അതങ്ങ് പൊട്ടിത്തളർത്ത് അത് നിറച്ചാകും. പിന്നെ ഒരു മാസം കൂടെ കഴിഞ്ഞിട്ട് സ്വല്പം കൂടെ പിന്നെ സ്വല്പം വളവും കൂടെ ഇട്ട്, പിന്നെ ഇച്ചിരി മണ്ണും കൂടെ ഇട്ട്, സ്വല്പം മണ്ണ് അതിൻ്റെ മുകളിൽ കൂടെ, അതായത് ഇതിൻ്റെ മൂട്ടിൽ വേര് പിടിക്കാൻ വേണ്ടി ഇച്ചിരി മണ്ണും കൂടെ അതിൻ്റെ പുറത്ത്, ഒരുപാടില്ല, ഒരു സ്വല്പം മണ്ണും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെതറി കൊടുക്കും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കൃഷിക്ക് എൻ്റെ മഞ്ഞൾ കൃഷിക്കും എൻ്റെ ഇഞ്ചി കൃഷിക്കുമൊക്കെ ഞാൻ ഇങ്ങനെയാണ് വളം ചെയ്യാറുള്ളത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കേ, ബായ്.